ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഇതിനൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാലിലാണ് നമ്മൾ ഈ ഒരു പുഡിങ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒന്ന് അരച്ചെടുക്കാൻ പാകത്തിനുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ജ്യൂസ് ഗ്ലാസിൻ്റെ ഒരു 3/4 ഗ്ലാസോളം വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ 1/4 ഭാഗം വെള്ളം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അരച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു 1/4 ഭാഗം വെള്ളവും കൂടെ ചേർത്തിട്ടാണ് മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ മൊത്തമായിട്ട് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ഞാനിതിവിടെ തേങ്ങാപ്പാൽ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു തേങ്ങ നമുക്ക് അരിപ്പയിലൂടെ നല്ല പോലെ ഒന്ന് പിഴിഞ്ഞ് തേങ്ങാപ്പാലൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ തേങ്ങയുടെ 2ാം പാലും 1ാം പാലും ആ ഒരു രീതിയിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു തേങ്ങാപ്പാലാണ് ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 3/4 കപ്പോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിനനുസരിച്ച് വേണം നമ്മൾ കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടെ കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഇതിനെ ഒരു അരിപ്പയിലൂടെ നമുക്ക് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ അരിച്ചൊഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു അരിപ്പയിൽ ചെറിയ രീതിയിലൊക്കെ അതിൻ്റെ ഒരു വേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നേരത്തെ കോൺഫ്ലോർ എടുത്തിട്ടുള്ള ആ ഒരു സെയിം കപ്പിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കോൺഫ്ലോർ നമ്മൾ 3/4 ഭാഗത്തോളം എടുത്തത്, നമ്മൾ പഞ്ചസാര ഇവിടെ ഒരു കപ്പ് ഫുള്ളായിട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ മെഷർമെൻറ്റ് കപ്പൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു 3/4 ഗ്ലാസോളം കോൺഫ്ലോർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ഗ്ലാസ് നിറയെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനിതിനെ ഇവിടെ ഫ്ലെയിമൊക്കെ ഓണാക്കി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കൈവെക്കാതെ തന്നെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഫ്ലെയിം ഓണാക്കി വെച്ച് ആ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അധികം ചൂടായി വരുന്ന സമയത്ത് ഇത് നല്ലപോലെ കട്ടയായിട്ട് വരും. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ നന്നായിട്ട് തന്നെ ഫുൾ ടൈം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക, ഇത് തിക്കായി വരുന്നത് വരെ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. അപ്പോൾ ഇതിലെ മെയിൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് തിക്കായി വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കട്ടയായിട്ട് പോകും. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ പുഡിങ് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയമാകുമ്പോൾ തന്നെ നല്ലപോലെ തിക്കായിട്ട് വരും. അപ്പോൾ അത് ഞാൻ തിക്കായി വന്നതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേ ഒരു രീതിയിൽ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല, പ്ലെയിൻ ആയിട്ടാണ് ഇതിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല തിക്കായി ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചൂടോട് കൂടെ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ അത് സെറ്റ് ചെയ്തെടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് ടിന്നിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ചൊന്ന് നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഉടനെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. എങ്കിലാണ് നമുക്കത് കറക്റ്റായിട്ട് ആ ഒരു പെർഫെക്റ്റ് ഷേപ്പിലൊക്കെ കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റായി പോകും. അപ്പോൾ നമ്മുടെ മിക്സ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഒന്ന് എത്തി കിട്ടാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. ഇനി ഇത് കംപ്ലീറ്റ് ഒന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇത് ഫുള്ളൊന്ന് ചൂടാറി വന്നതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് തണുപ്പിച്ചിട്ട് കഴിക്കാം. തണുപ്പിക്കാതെയും ഇത് കഴിക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് തണുപ്പിച്ച് കഴിക്കുന്ന സമയത്താണ് നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാനിത് ചൂടാറി വന്നതിന് ശേഷം 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണിത്. അപ്പോൾ നമ്മളിത് ഇതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ വിടിയിച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഇതിനൊരു പ്ലേറ്റിലേക്ക് കൂടെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ കോക്കനട്ട് മിൽക്കിൻ്റെ പുഡിങ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും കുറഞ്ഞ ചിലവിൽ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ പാലും ചൈന ഗ്രാസും ഒന്നുമില്ലാതെ തന്നെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ചേർത്തുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുഡിങ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ചൈന ഗ്രാസ് വെച്ചുകൊണ്ട് നമുക്ക് പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് പുഡിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആവശ്യമുള്ളവർക്കൊക്കെ അതൊന്ന് പോയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ അത് നമ്മുടെ പുഡിങ്ങിൻ്റെ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ അത് ഈ ഒരു രീതിയിലല്ല നമുക്ക് സ്ക്വയർ ആയിട്ടും ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ സ്ക്വയർ ആയിട്ട് കൂടെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്.
അപ്പോൾ നല്ല ജെല്ലി സ്ട്രക്ചറിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ പുഡിംഗ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പുഡിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.